എന്താ നിങ്ങളുടെ പേര്? ജമാല്. എന്ത് ചെയ്യുന്നു? തട്ടുകട നടത്തുന്നു. ഈ നിൽക്കുന്ന പ്രതി അറിയോ? അറിയാം. എങ്ങനെ? ഇയാള് ദിവസവും ഫുട്ബോൾ കളി കഴിഞ്ഞ് എൻ്റെ കടയിൽ വരാറുണ്ട്. ഓ, അത് ശരി. ആ, അപ്പോ കഴിഞ്ഞ മാസം 29-ാം തീയതി എന്താ സംഭവിച്ചത്? പ്രേമ എൻ്റെ കടയിൽ ഇരിക്കുകയായിരുന്നു. അപ്പൊ റഹീമും കൂട്ടുകാരും അവിടെ വന്നു. എന്നിട്ട് പ്രേമന്റെ കയ്യിലിരുന്ന ഫുട്ബോൾ റഹീം പിടിച്ചു വാങ്ങി ദൂരെ എറിഞ്ഞു. അപ്പോഴവർ തമ്മിൽ വഴക്കായി. പിന്നെ ഉന്തും തള്ളും ആയപ്പോൾ ഞാൻ ചെന്ന് പിടിച്ച്. അപ്പൊ റഹീം എന്നെ തള്ളി തെറിപ്പിച്ച്. എന്നിട്ട് റഹീം ആ കത്തി കൊണ്ട് പ്രേമന് ആഞ്ഞൊരു കുത്ത്. അപ്പോ മരിച്ചുപോയ പ്രേമനെ കത്തി കൊണ്ട് കുത്തുന്നത് നിങ്ങൾ കണ്ടു? കണ്ടു. ഈ സംഭവം നടന്നത് എത്ര മണിക്കാണ്? വൈകുന്നേരം ഒരു 7 മണിക്കാണ്. ഈ 7 മണി എന്ന് പറയുമ്പം കൃത്യം 7 മണി തന്നെ ആയിരുന്നോ? നിങ്ങളുടെ കൈ വാച്ച് ഉണ്ടായിരുന്നോ? വാച്ചില്ലായിരുന്നു, കടയിൽ റേഡിയോ ഉണ്ടായിരുന്നു. അതിൽ പറയുന്നത് കേട്ടു. യെസ് യുവർ ഓണർ. കേസിലെ ദൃക്സാക്ഷിയായ ജമാലിന്റെ മുമ്പിൽ വെച്ചാണ് വൈകുന്നേരം 7 മണിക്ക് കുറ്റം ആരോപിക്കപ്പെട്ട പ്രതി റഹീം പ്രേംകുമാറിനെ കൊല ചെയ്യണമെന്ന ഉദ്ദേശത്തോടെയാണ് കുത്തിയത്. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. പ്രതിഭാഗം വക്കീൽ എനിക്രോസ്. പേരെന്താന്നാ പറഞ്ഞത്? ജമാല്. ജമാൽ എത്ര വയസ്സായി? 46. ഈ കണ്ണട എപ്പോഴും വെക്കാറുണ്ടോ? ദൂരക്കാഴ്ച ഇത്തിരി കുറവാണ്. സംഭവ സമയം നിങ്ങൾ കണ്ണട വച്ചിരുന്നു? ഇല്ല. യുവർ ഓണർ, നോട്ട് ദ പോയിന്റ്. കടയിൽ നിൽക്കുമ്പോൾ ദൂരക്കാഴ്ചയ്ക്കുള്ള കണ്ണട വയ്ക്കാത്തയാൾ എങ്ങനെയാണ് ഈ സംഭവം കൃത്യമായി കണ്ടത്? ഈ കത്തി നിങ്ങളുടെ കടയിലെ കത്തിയല്ലേ? അല്ല. അപ്പൊ പിന്നെ ഇതാരുടെ കത്തിയാ? അറിയില്ല. നിങ്ങളുടെ കടയിലെ കത്തി എടുത്തല്ലേ റഹീം അവനെ കുത്തിയത്? അതെ. അപ്പൊ പിന്നെ ഈ കത്തി ഏതാ? അറിയില്ല. അറിയില്ല? നോട്ട് ദ പോയിന്റ് യുവർ ഓണർ. ജമാലിനെ സാക്ഷ്യപ്പെടുത്തി പോലീസ് തൊണ്ടി മുതലായി ഹാജരാക്കിയ കത്തിയാണിത്. ദാറ്റ്സ് ആൾ യുവർ ഓണർ. ഫിനിഷ്. തവിട് പൊടി. വിധി വരട്ടെ. അപ്പോഴാണ് റഹീമിനോട് കളിച്ചതിന്റെ ശരിക്കുള്ള ഗുണം അവരറിയാൻ പോകുന്നത്. പിന്നല്ല. 1000 അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന അടിസ്ഥാന പ്രമാണത്തിൽ ഊന്നിക്കൊണ്ട് CC 158/2008 കുറ്റാരോപിതനായ പ്രതിയുടെ മേൽ ആരോപിക്കപ്പെട്ട കുറ്റം സംശയാതീതമായി തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ ദയനീയമായി പരാജയപ്പെട്ടത് കോടതിക്ക് ബോധ്യപ്പെട്ടതിനാൽ സംശയത്തിന്റെ ആനുകൂല്യം നൽകി ഈ കേസിലെ പ്രതിയായ റഹീമിനെ കോടതി നിരുപാധികം കുറ്റവിമുക്തനാക്കി വിട്ടയക്കുന്നു. കണ്ടതല്ലേ എന്റെ മോനെ അവൻ കൊന്നത്? പിന്നെ എന്തിനാ കോടതി അവനെ വെറുതെ വിട്ടത്? പറ ജമാലിക്ക. ഭാനുമതിയെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. പക്ഷെ ചോദിച്ചതിൻ്റെ ഉത്തരം നമ്മളൊക്കെ പാവങ്ങളല്ലേ,
അതുകൊണ്ടാണ് നിനക്ക് നീതി നിഷേധിച്ചത്. വക്കീലും പോലീസും ഒക്കെ നന്നായി കളിച്ചു. അവരെല്ലാവരെയും സേട്ടു വിലക്കെടുത്തു. ദൃക്സാക്ഷിയായ എന്നെ കള്ളസാക്ഷിയും ആക്കി. അതങ്ങനെ വരൂ ജമാലെ. നീതിയും നിയമവും ഒക്കെ പണമുള്ളവരുടെ ഭാഗത്താ. പണത്തിന് മേതെ പരുന്തും പറക്കില്ല എന്നല്ലേ. നമുക്ക് അപ്പീൽ കൊടുത്താലോ മാഷെ? എന്തിന്? കൊടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പീൽ തള്ളിപ്പോവും, അതുറപ്പാ. ലോവർ കോടതിയിൽ പോലീസും സർക്കാരും ഒക്കെ ഒത്തുകളിച്ച അപ്പീൽ നിൽക്കോ? പോലീസിന്റെ തന്ത്രങ്ങൾക്ക് മുമ്പിൽ കോടതി നടപടികൾക്ക് എന്ത് വില? എല്ലാം വിധി. അങ്ങനെയൊക്കെ പോയാലോ ജമാലിക്ക? നിന്നെ തൂക്കിക്കൊല്ലുമെന്ന് കണ്ട സ്വപ്നങ്ങളൊക്കെ പാഴായിപ്പോയതിന്റെ വിഷമത്തിലാ ജമാലിക്ക. അല്ലേ ജമാലിക്ക? ജമാലിക്ക വിഷമിക്കാൻ പോണതേ ഉള്ളൂ. അതെ അതെ, എനിക്കെതിരെ സാക്ഷി പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് കിടന്നുറങ്ങാന്ന് വിചാരിക്കണ്ട ജമാലെ. ഇപ്പൊ പോ, വയ്ക്കോ. മാഷേ, എന്താ ജമാലെ? മോളെ കാണുന്നില്ല മാഷേ. ആ, അവള് വല്ല കൂട്ടുകാരികളുടെ വീട്ടിൽ പോയി കാണും. ഞാൻ സ്കൂളിലൊക്കെ പോയി നോക്കി, അവിടെയെങ്ങും ആരുമില്ല. അവളുടെ അടുത്ത് കൂട്ടുകാരി ആരാ? ഒരു ശ്രീകുട്ടിയുടെ കാര്യം എപ്പോഴും പറയാറുണ്ട്. നമസ്കാരം. മോളെ സൈനബ ഇങ്ങോട്ടാനെ വന്നോ? അയ്യോ അങ്കിൾ, അങ്കിളിന് സുഖമില്ലാന്ന് പറഞ്ഞ നേരത്തെ വിളിച്ചോണ്ട് പോയല്ലോ. ആരും വിളിച്ചോണ്ട് പോയി? ആര് വിളിച്ചോണ്ട് പോയി? ഒരു ആന്റി വന്ന് വിളിച്ചോണ്ട് പോയി. ആന്റിയോ? അതാരാ ജമാലെ നിന്റെ ബന്ധത്തിലൊരു ആന്റി? എനിക്കങ്ങനെ ആരാ മാഷേ ബന്ധുക്കള്? മാഷ് അറിയാത്ത? സാറേ, എന്താ? എന്റെ മോള് സ്കൂളിൽ പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല. അകത്തോണ്ട് കൊടുക്ക, വണ്ടി എടുത്തോ. സാറേ, ഇതാണ് എന്റെ മോള്. രാവിലെ മോള് കാണുന്നില്ല. എന്താ തൻ്റെ മോളുടെ പേര്? സൈനബ. എത്ര വയസ്സായി? 13. കണ്ടാ പറയില്ലല്ലോ. ഒത്തൊരു പെണ്ണാണല്ലോ. വല്ലോ പ്രേമവും? ഏയ്, അവൾ അത്രക്കാരിയൊന്നുമല്ല സാർ. അതിന് ഈ പെമ്പിള്ളാരൊക്കെ നാട്ടുകാരോടും വീട്ടുകാരോടൊക്കെ പറഞ്ഞിട്ടാണോ പ്രേമിക്കാൻ പോകുന്നത്? അവൾ അങ്ങനെയൊന്നും അല്ല സാർ. ഒരു സ്ത്രീ സ്കൂളിൽ നിന്ന് വിളിച്ചോണ്ട് പോയി എന്നാ പറഞ്ഞത്. ചെന്ന് വിളിക്കാൻ പെണ്ണുങ്ങളെ കിട്ടാനാണോ പ്രയാസം? ഇയാൾക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് ആശുപത്രിയിൽ പോകണമെന്ന് പറഞ്ഞാണ് സ്ത്രീ വന്ന് വിളിച്ചത്. ആ ഇബ്രാഹിം സൈറ്റിന്റെ മകനിൽ അയാളോ? പ്രതിയെ നിങ്ങൾക്ക് അറിയാല്ലേ? അപ്പൊ പിന്നെ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് ഇതിനാണോ? ഗമാട് വെക്കോ, ഞങ്ങൾ തിരക്കിയിട്ട് ഓരോ അറിയും. പെട്ടെന്ന് തിരക്കിയാ ചിലപ്പോ. ഉറപ്പായും തിരക്കാം, നമുക്ക് വേറെ പണിയില്ലായിരിക്കല്ലേ. പല്ലവന്റെ കൂടെ ഇറങ്ങിപ്പോയിക്കാം, അതിനെ കണ്ടറിഞ്ഞൂടെ? ഇത്രയും കാലം നിന്റെ കടയിൽ നിന്ന് ഓസിന് മൂക്കറ്റും തിന്നിട്ട് ഇപ്പൊ കണ്ട ഭാവം പോലും കാണിക്കുന്നില്ല ചേറ്റകള്.